നഴ്സിംഗ് ഓഫീസർ അനിതയ്ക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പുനർനിയമനം നൽകി ആരോഗ്യവകുപ്പ് ഉത്തരവിറക്കി. വിരമിക്കൽ മൂലമുണ്ടായ ഒഴിവിലേക്കാണ് നിയമനം. കോടതി ഉത്തരവ് പരിശോധിച്ച് തുടർ നടപടി എടുക്കുമെന്ന് നേരത്തെ ആരോഗ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു. വിവരങ്ങൾ റമീസ് നൽകും. റമീസ്, വിശദാംശങ്ങൾ. ബിനു, ഇന്ന് വൈകിട്ടോടുകൂടിയാണ് സിസ്റ്റർ അനിതയ്ക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പുനർനിയമനം നൽകിക്കൊണ്ടുള്ള ആരോഗ്യ വകുപ്പിന്റെ ഉത്തരവ് ഇറങ്ങിയത്. വിരമിക്കൽ മൂലമുണ്ടായ ഒഴിവിലേക്കാണ് നിയമനം നൽകിയിരിക്കുന്നത്. നേരത്തെ തന്നെ കോടതി ഉത്തരവ് പരിശോധിച്ച് തുടർ നടപടി എടുക്കുമെന്ന് ആരോഗ്യമന്ത്രി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. അനിതയെ തിരിച്ചെടുക്കില്ലെന്ന നിലപാട് ആരോഗ്യമന്ത്രി സ്വീകരിച്ചിരുന്നില്ല. ഇന്ന് രാവിലെ തന്നെ അനിതയെ തിരിച്ചെടുക്കുന്ന വിഷയത്തിലെ ഫയലിൽ മന്ത്രി ഒപ്പിട്ടിരുന്നു. മറ്റ് കാര്യങ്ങൾ കോടതിയെ ധരിപ്പിക്കാനുമാണ് ആരോഗ്യ വകുപ്പ് തീരുമാനിച്ചിട്ടുള്ളത്. നേരത്തെ NGO യൂണിയൻ ഈ അനിതയുടെ നിയമനത്തിൽ തടസ്സം നിൽക്കുന്നുവെന്ന് വ്യാപകമായ ആരോപണം ഉയർന്നിരുന്നു. എന്നാൽ ഇത് സംബന്ധിച്ച് NGO തന്നെ കൃത്യമായ വിശദീകരണവും പ്രതിഷേധ യോഗവും ഇന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സംഘടിപ്പിച്ചിരുന്നു. അതിജീവിതയ്ക്ക് ആദ്യം ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചത് NGO ആണെന്നും കേരളത്തിലെ പൊതുജനാരോഗ്യ മേഖലയെ തകർക്കാനുള്ള വിവാദങ്ങളാണ് ഇപ്പോൾ നടക്കുന്നതെന്നും ഭാരവാഹികൾ വ്യക്തമാക്കിയിരുന്നു. നിയമനം സംബന്ധിച്ച് അറിവുള്ളവർ തന്നെ തെറ്റായ പ്രചരണം നടത്തുന്നുവെന്നും ഏത് ഘട്ടത്തിലാണ് സംഘടന കുറ്റക്കാർക്ക് അനുകൂലമായി സംസാരിച്ചതെന്ന് തെളിയിക്കണമെന്നും NGO ഭാരവാഹികൾ ചോദിച്ചിരുന്നു. ശരി, റമീസാണ് വിശദാംശങ്ങൾ നൽകിയത്.